ആറാമത്തെ യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? നമുക്ക് ആറാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സൈബർ സ്പേസ് റിട്ടൺ ബൈ എസ്തർ ഡൈസൺ. സോ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു എസ്സേ ആയിരുന്നു. ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ സാധ്യത അത് അതിൻ്റെ തീമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ചാലഞ്ചുകൾ എന്തൊക്കെയാണ്, ഈ ഒരു 3 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് സ്പീച്ചാണ്. ആ സ്പീച്ചിൽ തന്നെ അതിൻ്റെ ഒരു ഹിഡൻ ഡേഞ്ചർ എന്തൊക്കെയാണ്, ഈ ഇൻ്റർനെറ്റ് സൈബർ സ്പേസിൻ്റെ ഒക്കെ ഹിഡൻ ഡേഞ്ചർ എന്തൊക്കെയാണെന്നുള്ള ബേസ് ചെയ്തുകൊണ്ട് നമ്മളോട് ഒരു സ്പീച്ച് ചോദിക്കാം. ഇൻ്റർനെറ്റിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ്, അത് നമ്മളോടൊരു ഉപദേശമായിട്ട് ചിലപ്പോൾ ഒരു 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഡിബേറ്റ് നല്ല ചാൻസുള്ള, അതായത് എൻറ്റയർ യൂണിറ്റിൽ നിന്ന് തന്നെ ഈ ഒരു ടൈപ്പ് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സംവാദം, ഡിബേറ്റിനെ അനുകൂലിച്ചിട്ടോ പ്രതികൂലിച്ചിട്ടോ നിങ്ങൾക്കൊരു 4 5 പോയിന്റുകൾ അവിടെ കൊടുക്കാം. ഇനി അടുത്തത് സെമിനാർ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇവൻറ്റ് റിപ്പോർട്ടായിരിക്കും മറ്റൊരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരാം. ഈസ് സൊസൈറ്റി ഡെഡ് എന്ന് പറഞ്ഞാൽ ആൻഡ്രൂ സിൽവൻ എഴുതിയിട്ടുള്ള അഗെയിൻ ഒരു എസ്സേ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പുതിയ മോഡൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കമൻറ്റാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ കമൻറ്റിന് പ്രത്യേകിച്ച് നമ്മൾ ഫോർമാറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അറിയാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ആർട്ടിക്കിളാണ് മറ്റൊരു സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ആർട്ടിക്കിൾ അത് ചിലപ്പം ക്വാളിറ്റി ടൈം നമ്മൾ ഫാമിലിയുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ടെക്നോളജി യൂസ് ചെയ്യുന്നതിൽ നിന്നൊരു ബ്രേക്ക് എടുക്കേണ്ടതിൻ്റെ ആവശ്യം പറഞ്ഞുകൊണ്ട് നമുക്കൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ അതേ തീമിൽ ചിലപ്പോൾ നമുക്ക് റൈറ്റപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ലെറ്റർ ടു എഡിറ്റർ ഇതാ യൂത്തിൻ്റെ ഇടയിൽ, യങ് ജനറേഷൻ്റെ ഇടയിലുള്ള ഈ ഒരു ഗ്രോയിങ് ടെക്നോളജി അഡിക്ഷനെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതേ ക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ റൈറ്റപ്പ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. മറ്റൊന്നാണ് ഇതേ ഒരു കാര്യത്തിൽ നമുക്കൊരു ഡിബേറ്റ് പ്രതീക്ഷിക്കാം. അതായത് ഡസ് മോഡേൺ ടെക്നോളജി റൂയിൻ ഹ്യൂമൻ ഇൻട്രാക്ഷൻ, മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു സമ്പർക്കത്തിനെ ഈ ടെക്നോളജിയുടെ വളർച്ച എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ, അതിനെ സപ്പോർട്ട് ചെയ്യാം, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാം. എന്താണെങ്കിലും അത് 6 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഒരു 6 പോയിന്റുകൾ മിനിമം നിങ്ങൾ അവിടെ കൊടുക്കണം. ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആയിരുന്നു കോൺസെപ്ച്വൽ ഫ്രൂട്ട്. തൈസ ഫ്രാങ്ക് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ടെക്നോളജി എങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ചിലപ്പോൾ റൈറ്റപ്പ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇമെയിൽ ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്രസിങ് തോട്ട്സ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതായത് എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് സമൂഹത്തിലുള്ള എല്ലാ തരം ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി, എഡ്യൂക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇമെയിൽ. ടെക്സ്റ്റ് മെസ്സേജ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നൊന്ന് ലെറ്റർ ടു എഡിറ്ററാണ് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. കമൻറ്റിംഗ് ഓൺ ദ പ്ലൈറ്റ്സ് ആൻഡ് നീഡ്സ് ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ, അതായത് ഇത്തരം കുട്ടികൾക്കുള്ള അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ നമുക്കൊരു ലെറ്റർ ടു എഡിറ്റർ. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതില്ലേ നമ്മുടെ ഗ്രറ്റയുടെയോ അല്ലെങ്കിൽ ഫാദറിൻ്റെയോ ക്യാരക്ടർ സ്കെച്ച് നല്ല സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ ഇത്രയുമാണ് നമ്മൾ ആറാമത്തെ യൂണിറ്റിൽ എന്തായാലും നോക്കിയിട്ട് പോകേണ്ടത്. 100% ഇതാണ് ചോദിക്കാനല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത്രയെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിലല്ലേ, അല്ലെങ്കിൽ ഇത്രയും ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് എങ്കിലും നിങ്ങൾ നോക്കി പോയിട്ടുണ്ടെങ്കിലല്ലേ, പിന്നെ ഇനി ഇതൊന്നും അല്ല വേറൊരു ടൈപ്പ് ചോദ്യം വന്നു കഴിഞ്ഞാലല്ലോ നിങ്ങൾ പഠിച്ചു പോയത് എന്തായാലും നിങ്ങൾക്ക് ആ ഒരു പുതിയതായിട്ട് ചോദിക്കുന്ന ഡിസ്കോസിൻ്റെ ഫോർമാറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതേ കോണ്ടൻറ്റ് ഒന്ന് മാറ്റി എഴുതിയാൽ മതി പുതിയ ഫോർമാറ്റിലേക്ക്. നിങ്ങളുടെ ഒരു മാർക്കും എവിടെയും പോകില്ല. സോ ആറാമത്തെ യൂണിറ്റിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ നോക്കി പോകുന്നുണ്ടെന്നുള്ളത് എക്സാമിൻ്റെ തലേ ദിവസം ഉറപ്പുവരുത്തിയിട്ട് പോവുക. ഇത്രയും ചോദ്യങ്ങളുടെ ആൻസേഴ്സ് നമ്മൾ ഇന്നത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് കൂടെ ചെയ്യണം. അതുപോലെ തന്നെ പരമാവധി പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇന്ന് രാത്രി ലൈവിൽ ഈ ആൻസേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഐ വിൽ സീ യു ദേർ. ബൈ, ഓൾ ദ ബെസ്റ്റ്.